അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പവിത്രമായ ഒരു മാസത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഇന്ന് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായ ഒരു പ്രയോഗമാണ് സംഗമം എന്നുള്ളത്. പലതരത്തിലുള്ള സംഗമങ്ങൾ ഇന്ന് ഈ വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും വർഷം സ്കൂളിൽ പഠിച്ച കൂട്ടുകാരുടെ സംഘം ഗെറ്റ് ടുഗദർ എന്ന പേരിൽ നടത്തപ്പെടുകയാണ്. കുടുംബസംഘം, വിദ്യാർത്ഥി സംഘം, അധ്യാപക സംഘം, തൊഴിലാളി സംഘം, ഇങ്ങനെ സംഗമങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ഈ സംഗമങ്ങളെയൊക്കെയും കവച്ചു വെക്കും ഗിന്നസ് റെക്കോർഡിനെ പോലും ഭേദിക്കാൻ കഴിവുള്ള ഒരു വലിയ സംഗമം നടക്കുന്ന ഒരു പ്രത്യേക മാസമാണ് വിശുദ്ധമായ ദുൽഹിജ്ജ മാസം. എന്നാൽ ഈ സംഗമങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞ സംഗമങ്ങളൊക്കെയും അതിൻ്റെതായ കോർഡിനേറ്റർമാർ നിയന്ത്രിക്കുന്ന രീതിയിലാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എന്നാലും അതിൽ എന്തൊക്കെയോ പിഴവുകൾ സംഭവിക്കാം. എന്നാൽ ഗിന്നസ് റെക്കോർഡ് ഭേദിക്കത്തക്ക രീതിയിലുള്ള ഏറ്റവും വലിയ സംഗമം എന്ന് പറയുന്ന ദുൽഹിജ്ജ മാസം മാത്രം നടത്തപ്പെടുന്ന അറഫ സംഗമം. എന്തുകൊണ്ടാണ് ഇത്രയേറെ വലിയ റെക്കോർഡുകൾ തകർക്കാൻ കഴിവുള്ള സംഗമമാണിത് എന്ന് പറയുന്നത്? മനസ്സിലാക്കാനുണ്ട്. അവിടെ ഒരുമിച്ചു കൂടിയ ലക്ഷോപലക്ഷം അല്ലാഹുവിന്റെ അതിഥികളായ ഹാജിമാർ, അവരൊക്കെയും ഒരേ വേഷത്തിലാണ്. അവരുടെ മനസ്സൊക്കെയും ഒരേ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനകളാവട്ടെ, അവരുടെ പ്രവർത്തനങ്ങളാവട്ടെ, എല്ലാം ഏകനായ റബ്ബിന്റെ മുന്നിലാണ്. അവർ കരയാണ്. എന്തിനു വേണ്ടി? നാളെയുടെ പരലോക വിജയത്തിന് വേണ്ടി. ഈ ഒരു സംഗമം വലിയ മഹത്വമുള്ള സംഗമമാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പോവാൻ സാധിക്കാത്തവർ ഈ ദിവസം അറഫാ ദിവസം, ആ അറഫാ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. എന്തിനാണ് ഇത്രയേറെ പ്രതിഫലം? മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന്റെ അറഫാ സംഗമ വേളയിൽ അവിടെ കൂടിയ ലക്ഷോപലക്ഷം ഹജ്ജാജിമാരായ അല്ലാഹുവിന്റെ അതിഥികളോട് ചോദിക്കുകയാണ്, അല്ലയോ ഹജ്ജാജിമാരെ, നിങ്ങളോട് ഞാനൊരു ദിർഹമിന്റെ 1/6 നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും അത് മുടക്കുമോ? ആരെങ്കിലും അത് തരാതിരിക്കുമോ? ഹജ്ജാജിമാരൊന്നടങ്കം പറഞ്ഞു, എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറായി നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഒരു ദിർഹമിന്റെ 1/6 എന്നല്ല, എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരും. കാരണം ഞങ്ങളൊക്കെയും അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇന്നത്തെ ദിവസം അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു തആല മടക്കൂല, അല്ലാഹു നൽകുക തന്നെ ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ അറഫ സംഗമം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇൻഷാ അല്ലാഹ് വരുന്ന ബുധനാഴ്ചയാണ്. അന്നത്തെ ദിവസം നോമ്പെടുക്കൽ വലിയ സുന്നത്താണ്. ഒരു വർഷത്തെ കഴിഞ്ഞുപോയൊരു വർഷത്തെ പാപം അല്ലാഹു തആല പുറത്തു തരും. ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജയുടെ 10 ദിവസം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അതിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിൽ ചെയ്യാൻ പ്രത്യേക പ്രതിഫലമുള്ള ഒരുപാട് അമലുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ദാനധർമ്മം ചെയ്യുക, ആടുമാടുകളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക, നോമ്പനുഷ്ഠിക്കുക, സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുക, ഇങ്ങനെ തുടങ്ങി അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കുക. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ ഏറ്റവും നല്ല അനുയോജ്യമായ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇതിൻ്റെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ഇനിയുള്ളതിൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ വരുന്ന ബുധനാഴ്ച അറഫയുടെ ദിവസം. അപ്പോൾ ചോദിക്കും, യഥാർത്ഥത്തിൽ മക്കത്ത് സൗദിയിൽ അറഫ ചൊവ്വാഴ്ചയല്ല. നമുക്ക് നമ്മുടെ മാസം കണ്ടത് പ്രകാരമാണ് പ്രിയപ്പെട്ടവരെ നാം അറഫ കൊണ്ട് നടക്കേണ്ടത്. നമുക്കിവിടെ റമദാന് മാസം കണ്ടത് എങ്ങനെയാണ്? അത് പ്രകാരമാണ്
നമ്മുടെ പെരുന്നാൾ ഒക്കെ മാസം കണ്ടതുപോലെയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം നമുക്ക് അടുത്ത പ്രാവശ്യമാണ്. ഏതായിരുന്നാലും ഈ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. എല്ലാവരും പരമാവധി കഴിവിൻ്റെ പരമാവധി അറഫയുടെ അന്ന് ബുധനാഴ്ച നോമ്പനുഷ്ഠിക്കാൻ വേഗം തയ്യാറാവുക. ഇസ്തിഗ്ഫാറിലൂടെ ദാനധർമ്മത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളുടെ ബറക്കത്തുകൊണ്ട് നമുക്കും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഹജ്ജിനുള്ള വഴികളൊക്കെയും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അള്ളാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ജീവിതത്തിലൊക്കെയും നല്ല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.